അന്തചിത്രമുള്ള രാജ്യം വീണുപോകും, അന്തചിത്രമുള്ള ഭവനവും അതുപോലെ തന്നെ ആയിരിക്കും. നമ്മുടെ ഉള്ളിൽ തന്നെ പ്രശ്നമാണ് നമ്മുടെ കുടുംബത്തെയും സമൂഹത്തെയും നശിപ്പിക്കുന്നത്. മറ്റൊരു പ്രശ്നവും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്ന് നമ്മൾ നശിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഓർത്ത് നോക്കുക, നമ്മൾക്കുള്ളിൽ വഴക്കും പിണക്കും ഉണ്ടെങ്കിൽ ആ വഴക്കും പിണക്കും കാരണം നമ്മുടെ കുടുംബത്തിൽ പതുക്കെ കുടുംബ പ്രാർത്ഥന ഇല്ലാതെയാകും, അതുപോലെ സ്നേഹം ഇല്ലാതാകും, അതുപോലെ എല്ലാം നമ്മുടെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോകും. അതുപോലെ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ തന്നെയാണ്. ആശയങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെടാതെ വരാം, വ്യക്തികൾ തമ്മിൽ ഇഷ്ടപ്പെടാതെ വരരുത്. ഈ വ്യക്തികൾ തമ്മിൽ ഇഷ്ടപ്പെടാതെ വരുത്തുന്നതിന് കാരണം പിശാചാണ്. ആശയങ്ങൾ, ഒരു ആശയം പറഞ്ഞു, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് ഇഷ്ടപ്പെട്ടു, അതോടുകൂടി അത് അവസാനിച്ചു. എന്നാൽ വ്യക്തികളെ നമ്മൾ ദ്രോഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതോടുകൂടി നമ്മുടെ എല്ലാ സ്ഥലവും സമാധാനമില്ലാത്ത വ്യക്തിയാവും. ഈ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യത്തിലേ ഉള്ളൂ, ആശയം പറഞ്ഞു കഴിയുമ്പോൾ ആശയം പറഞ്ഞ വ്യക്തിയെയും കൂടി നമ്മൾ ഇല്ലാതാക്കുന്ന സമ്പ്രദായമാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ചൊല്ലുണ്ടല്ലോ, ഇരുമ്പിനെ ഒന്നിനെ കൊണ്ട് നശിപ്പിക്കാൻ പറ്റില്ല, ഇരുമ്പിനെ നശിപ്പിക്കാം അതിനുള്ളിലുള്ള തുരുമ്പ് കൊണ്ട് തന്നെയാണ്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുടുംബം, ഈ സഭ, ഈ സമൂഹം ഒക്കെ നശിക്കുന്നതിന് കാരണം നമ്മുടെ ഉള്ളിലുള്ള വഴക്ക്, അഹങ്കാരം, ഈ പിണക്കങ്ങളൊക്കെ തന്നെയാണ്. അതില്ലാതെ ഒന്ന് ജീവിച്ചു നോക്കി, എന്ത് സമാധാനം, സന്തോഷമുള്ള സ്ഥലം എന്നറിയോ? സ്വർഗം പോലെ ജീവിക്കേണ്ട പല സ്ഥലങ്ങളും പല കുടുംബങ്ങളും സമാധാനമില്ലാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെയൊക്കെ ജീവിച്ചു പോവുകയാണ്. അതുകൊണ്ട് പിശാചിന് വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആരുടെ ഉള്ളിലെങ്കിലും ഒരു കനലങ്ങ് ഇട്ടുകൊടുത്താൽ മതി. അഹങ്കാരത്തിൻ്റെ, അല്ലെങ്കിൽ അസൂയയുടെ, വിദ്വേഷത്തിൻ്റെ, വെറുപ്പിൻ്റെ ഒരു കനലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ പിന്നെ അങ്ങോട്ട് കത്തിച്ചോളും. പിശാചിൽ നിന്നിങ്ങനെ കൈയടിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെയാണോ? പിശാചിൽ നിന്ന് കൈയടിക്കുന്ന കുടുംബമാണോ ദൈവം വസിക്കുന്ന കുടുംബമാണെന്ന് ചിന്തിച്ചു നോക്കുക. എല്ലാവരും തമ്മിൽ വഴക്കും പിണക്കവും, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നിടുന്നില്ല, അല്ലെങ്കിൽ പരസ്പരം ഒരുമിച്ചിരുന്ന് ജപമാല ചൊല്ലുന്നില്ല എങ്കിൽ ഓർത്തു, നമ്മൾ പിശാചിൻ്റെ സ്വരം കേൾക്കുന്ന വ്യക്തികളാണ്. പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം.